ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങൾ വീഡിയോയിൽ രാവിലെ ഒരു മോർണിംഗ് വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് എടുത്തതാണ്. ബാത്റൂമിൽ പോയി വന്നിട്ട് പല്ല് തേപ്പും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചായക്ക് വെള്ളം വെക്കും. അപ്പോൾ നിസ്കാരം കഴിയുമ്പോഴത്തേന് അത് തിളക്കുമല്ലോ വിചാരിച്ചിട്ട് ആദ്യം ചായക്ക് വെള്ളം വെച്ചിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ പോകൽ. ആ ടൈം ഇവിടെ ചായ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ സെറ്റാക്കാം. എനിക്ക് രാവിലെ എന്ത് കിട്ടിയില്ലെങ്കിലും നല്ലൊരു കട്ടൻ ചായ കിട്ടണം. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കട്ടൻ ചായയാണ് ഞങ്ങൾ ഉണ്ടാക്കുക രാവിലെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ എൻ്റെ തിരക്ക് പിടിച്ചൊരു രാവിലത്തെ. ഇത് ഫുള്ളാവൊന്നും അറിയില്ല, കാരണം അത്രയ്ക്ക് ബിസി ആയിരിക്കും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഒരു കട്ടൻ ചായ കുടിക്കാം. ചൂടാണ്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഉണ്ടാക്കാം. ദോശയല്ല, അപ്പം, സീയപ്പം. അപ്പോൾ ഒരു ഭാഗത്തടെ അപ്പം വേവട്ടെ, അപ്പുറത്ത് നമുക്ക് ചോറിനുള്ള അരി കഴുകാം. എന്നിട്ട് ചോറ് തീമടാം. അപ്പോൾ ഒരു ഗ്യാസ് എന്തായാലും ഒഴിഞ്ഞെടുക്കണമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ എനിക്കും കുട്ടികൾക്കും ഈ കൊണ്ടുപോകാനുള്ള കൂട്ടാൻ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും. അതിന് ഞാൻ കഴുകി അരിഞ്ഞ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അങ്ങനെ മസാലയൊക്കെ ആക്കിയാണ്ട് രാത്രി തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങോട്ട് എടുക്കുക വിചാരിച്ചിട്ട്. അപ്പോൾ അത് എളുപ്പമാവുമല്ലോ. അപ്പോൾ ഞാൻ രാത്രി അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് റിന്നുവിന് മദ്രസില്ല. മദ്രസുള്ള ദിവസമാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഓക്ക് ഫുഡ് എടുക്കലും മോളെ പറഞ്ഞയക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവളിപ്പോൾ നീച്ചിട്ടുണ്ട്, ബാത്റൂമിലാണ്, ഫ്രഷ് ആവണം. അപ്പോൾ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പീടിക്കൊക്കെ പോകണ്ടേനു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് പണീൻ്റെ ഇടയിൽ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചായ. രാവിലെ മാത്രമല്ല, ഉച്ചക്ക് വൈകുന്നേരമൊക്കെ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്ത് കൂട്ടാനുള്ളൊരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞ് വെച്ചു. പിന്നെ ഇനി നൈനൂക്ക് സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകണം. ഒക്കെ ഫ്രൂട്ട്സാണ് അധികം ഇഷ്ടം. നൈനൂക്ക് സ്നാക്സ് ഉണ്ടാകും, തൊലി കളയാം. നൈനൂക്ക് അധികം ഫ്രൂട്ട്സ് തന്നെ കൊടുക്കില്ല, അല്ലെങ്കിൽ കക്കിരിക്ക, ക്യാരറ്റ് അങ്ങനത്തെ വെജിറ്റബിൾസും. ബേക്കറി ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തയക്കലാണ്. ഇന്നിപ്പോൾ ഉറുമാമ്പയാണ്, ചെറിയ ഉറുമാമ്പയാണ്. 2 എടുത്തിരുന്നു, പക്ഷേ അതിലൊന്ന് കേടേനു. ഇപ്പോൾ ഒന്ന് കൊടുത്തു. പിന്നെ പഴം പിഴുങ്ങിയതും കൊടുത്തു. അതിൻ്റെ ഇടയിൽ ദോശ ഓരോന്നോരോന്ന് ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ
അത് അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. കുക്കറിലതായി റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേന് ചോറ് നല്ലോണം തിളച്ചിരുന്നു. ഞാൻ അരിയും വെള്ളം കൂടി ഒപ്പം വെക്കൽ. അപ്പോൾ അത് തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിളച്ചാൽ പിന്നെ സിമ്മിലിടും. പിന്നെ കുറച്ച് നേരം അത് റേഷൻ വീട്ടിൽ തരിയായതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പോൾ സിമ്മിലിട്ടിട്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ ചായ ഫുള്ളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കണമുണ്ട്. റിന്നുവിനെ വിളിക്കുകയാണ്. ഞാൻ എൻ്റെ ഇടയിലൊക്കെ റിന്നുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ബാത്റൂമിൽ കയറിയ കുറേ ടൈം എടുക്കും. പിന്നെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു, അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പാത്രമൊക്കെ കഴുകിയൊക്കെ വിചാരിച്ചിട്ട് പെരക്കണ പാത്രങ്ങൾ അപ്പം ഇങ്ങനെ കഴുകി വെക്കും. പിന്നെ കുറേ പാത്രങ്ങൾ പോരാണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി അപ്പത്തേക്ക് ഉണ്ടാക്കാനുള്ള ഇത് സ്കൂൾക്കും എനിക്ക് ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കൊക്കെ നുറുക്കി വെച്ചിരുന്നു. അപ്പോൾ അത് എണ്ണയിലിട്ട് എന്താ പറയുക, പൊരിച്ചെടുക്കല്ല, കുറേ എണ്ണ വരില്ല, കുറച്ച് എണ്ണ വറന്നിട്ട് അത് വേവിച്ചു മൂടി വെക്കും. അപ്പത്തിന് റിന്ന് വന്നിട്ടുണ്ട്. തക്കാളി എന്താ പറയുക, എനിക്കൊരു ഉഷാറില്ലാത്ത വെച്ചപ്പോൾ കാരണം ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ അതാണ് എനിക്കൊരു ഉഷാറില്ലാത്തത്. സാധാരണ മദ്രസുള്ള ദിവസം ഇതിലേറെ നേരത്തെ വെച്ച് കുളിച്ച് കണ്ട് മാറ്റിപ്പോവും. അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പീടിക ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ വിളിച്ചത് നോക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അതാണ് ആ മുഖത്തൊരു ഒരു സാഡ്നെസ്. പിന്നെ കുളിച്ചിട്ടില്ല, ബ്രഷ് ചെയ്യലും ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ച് കണ്ടാണ് പീടിക്ക് പോണത്. പിന്നെ വെള്ളിയാഴ്ച അങ്ങനെയാണ്, ആക്കം പോലെയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ മദ്രസക്ക് പോകുമ്പോഴത്തേനും എല്ലാം കഴിയും. അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മളെ ചോറ് വന്നിട്ടുണ്ട്. ചോറ് ഊറ്റാം. അതിൻ്റെ ഇടയിൽ നമ്മളെ മറ്റേ കൂട്ടാൻ എന്തായി നോക്കാം. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കും അതൊക്കെ വന്നിട്ടുണ്ട്. മൂടി വയ്ക്കുമ്പോൾ പിന്നെ നല്ല ഫ്രൈ ആയ പോലെ തന്നെ ഇരിക്കാറ്, പക്ഷെ കുറച്ച് എണ്ണ ഉപയോഗിക്കലുള്ളൂ. പിന്നെ അകടിക്കാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചു വരികയാണ് ഞാൻ. നെയ്നു നീച്ചിട്ടില്ല. ഓൾ നീച്ചുമ്പോഴത്തേൻ്റെ എല്ലാ പണിയും കഴിയണം. അതാണ് എൻ്റെ പ്ലാൻ. ഇല്ലെങ്കിൽ ഒരു പണി നടക്കില്ല. അപ്പോൾ ആകെ അടിച്ചോരിട്ടു. അപ്പോൾ ഇതിനോട് പീടിയിൽ പോയിട്ട് മുട്ടയും തക്കാളിയൊക്കെ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അപ്പത്തേക്ക് കൂട്ടാനുള്ളതാണ്. ഉള്ളിയും തക്കാളിയും വാട്ടിക്കാണ്ട് അതിലേക്ക് മുട്ട പറന്നൊരു കൂട്ടാൻ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി അരിഞ്ഞു. അപ്പോൾ ഇതിന് ഈ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കും പൊരിച്ച സാധനം ഉണ്ടല്ലോ അതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. ആ ചട്ടി തന്നെയാണ് നമ്മൾ മറ്റേ കൂട്ടാനും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിക്ക് കടുക് പൊട്ടിച്ചിടണം. പിന്നെ ചെറിയ ഉള്ളി അല്ലാതെ വെളുത്തുള്ളി അരിഞ്ഞതും ഇടണം. അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ചു, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞതിട്ടു, പിന്നെ ഉള്ളിയും തക്കാളിയും അരിഞ്ഞതും അതിക്കിട്ടൊരു പച്ചമുളകും ഇട്ടെടുത്തിരുന്നു. പിന്നെ ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഞാനത് മൂടി വെച്ചു. അപ്പോൾ നല്ല വാടും. അതിൻ്റെ ഇടയിൽ പൊടികൾ എല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടെടുത്തിന്. അപ്പോൾ അതിന് ചോറ് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ചു. പിന്നെ തുടക്കാണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കൊണ്ട് ഞാൻ പോവാണ് തുടക്കാൻ വേണ്ടിയിട്ട്. നെയ്നുവിനപ്പോൾ വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വിളിച്ചാൽ പിന്നെ ഭയങ്കര പ്രശ്നീകാരം. അവളെ കുറേ നേരം എടുക്കണം, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തുടക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് ഈ കൂട്ടാൻ സെറ്റാക്കാൻ വിചാരിച്ചു. അത് നല്ല ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇതിന് വെന്തീനും നല്ല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിക്ക് 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 2 മുട്ടയ്ക്ക് ഒഴിച്ചെടുത്തു. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം ഇളക്കി ഒന്നുകൂടെ മൂടി വെച്ചു. ഈ മുട്ട ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇത് നല്ലോണം മിക്സാക്കിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടാണ് പിന്നെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേഗം പോയി അകമൊക്കെ തുടച്ചു. നെയ്നുവിനെ വിളിച്ചിട്ടില്ല, നെയ്നു എപ്പോഴും ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ തുടക്കൽ കഴിച്ചിട്ട് വേണം അവളെ വിളിക്കാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈ മുട്ടൻ്റെ കൂട്ടാൻ
നല്ല ആയിട്ടുണ്ട്, നല്ലോണം വന്നിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. പിന്നെ റിന്നു കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഓള് വരുമ്പോഴത്തേന് ഓൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വിചാരിച്ചിട്ട് ഓള് 2 ദോശയും പിന്നെ ഈ കൂട്ടാനും ചായയൊക്കെ പാത്രത്തിലാക്കി വെച്ചു. എന്നിട്ട് വേണം എനിക്ക് നൈനൂനെ പോയി വിളിച്ചാൻ. അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പോൾ റിന്നുവിനെ സെറ്റാക്കിയിട്ട് ഓളുടെ അടുത്തേക്ക് പോകാൻ വിചാരിച്ച് പോക്കുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള കൂട്ടാൻ പാത്രത്തേക്ക് കൂട്ടാനാക്കലും പിന്നെ സ്നാക്സ് ബോക്സ് പിന്നെ ഈ ഉറുമാമ്പയും പഴം പുഴുങ്ങിയതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കൂട്ടാൻ പാത്രത്തേക്ക് ആക്കാൻ വിചാരിച്ചിട്ട് ഈ കൂട്ടാനും പിന്നെ നാരങ്ങച്ചാറുണ്ടായിരുന്നു. നാരങ്ങച്ചാറുമാണ് അവർക്ക് ആക്കി കൊടുത്തത്. അപ്പോൾ അത് സെറ്റാക്കി കൊടുത്തു. ഓൽക്ക് രണ്ടാക്കും പിന്നെ ചോറ് അവിടെ ഉണ്ടാവും. സ്കൂളിൽ തന്നെ ചോറുണ്ടായതുകൊണ്ട് പ്ലേറ്റ് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ എനിക്കുള്ളതും കൂടി ആക്കാൻ വിചാരിച്ച് എൻ്റെ ചോറ്റും പാത്രം റെഡിയാക്കുകയാണ്. ഇപ്പോൾ സെയിം കൂട്ടാൻ തന്നെയാണ്. ചോറാക്കി പിന്നെ ഈ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കൻ്റെയും കൂട്ടാനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ അപ്പത്തേക്ക് ഉണ്ടാക്കിയ മുട്ടയായിട്ടുള്ള കൂട്ടാനും കുറച്ചാക്കി. എനിക്കിഷ്ടമാണ്, അപ്പോൾ അത് കുറച്ചാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അച്ചാറും ഈ കൂട്ടാനും എനിക്കും എൻ്റെ ലഞ്ച് ബോക്സും സെറ്റാക്കി വെച്ചു. അതിന് ശേഷം പിന്നെ ചോറുണ്ടാക്കി കുടുക്കയൊക്കെ മുറിച്ചു. ഇനിയാണ് പ്രധാനപ്പെട്ട ടാസ്ക്. രാവിലെ എനിക്ക് ഏറ്റവും വലിയ പണി ഇതാണ്. നമ്മളന്ന് ഈ ബെഡിൽ നിന്ന് നീപ്പിച്ച് കുളിപ്പിച്ച് സ്കൂൾക്ക് പറഞ്ഞേക്കലാണ് ഏറ്റവും വലിയ പണി. അപ്പം ഞാൻ പുതപ്പൊക്കെ ആദ്യം അവിടെ മേത്തുനിന്ന് എടുത്ത് വെച്ച് എടുക്കാൻ കുറേ വിളിച്ചിട്ട് രക്ഷയില്ല. പിന്നെ കുറച്ച് നേരം കൊഞ്ചിച്ചാ വിചാരിച്ച് എവിടെ പിന്നെയും കടുക്കന്നെ. സ്കൂൾക്കില്ലേ വെള്ളിയാഴ്ച സ്കൂൾ നേരം വെക്കുക. ബാ മിച്ചിനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടാണ് സ്നാക്സ്. എന്താ പറയാൻ പറ്റുമോ സ്നാക്സ്? ഒടുമാമ്പയം നമ്മളങ്ങനെ വട്ടിക്ക് നേരെ പറ്റിയില്ല. കളിയാക്കുമല്ലോ എല്ലാവരും. ഇപ്പൊ പരമച്ച് ഞാൻ കുളിപ്പിച്ച് കണ്ടു. നെരുവടിച്ച് പോയ കുട്ടി ചിരിച്ചു വന്നു. യൂണിഫോം മാറ്റിയാ നമുക്കിട്ടാ തോട്ടിയാ മതി. ചായച്ചണ്ടേ അത് ഇതിട്ടിട്ട് പുളിഞ്ഞ് ശരിയാക്കാം.
ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടുമ്പോൾ മുടി കെട്ടിത്തരാം. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഇനി എനിക്ക് കുളിക്കാനും മാറ്റാനൊക്കെ റെഡി ആവാനുണ്ട്. അപ്പോൾ എൻ്റെ കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 3 ആളും ഒപ്പാണ് പുറത്തേക്ക് ഇറങ്ങുക. ഓരോ വണ്ടി വന്നിട്ടാണ് ഞാൻ പോവൽ. അപ്പോൾ ഓരോ വണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓരോ വണ്ടി വന്നു, ഓര് പോയി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ